ഇപ്പൊ ചേച്ചി പെരുന്നാൾക്ക് ഡ്രസ് എടുത്ത് തരുമോ? മിൻഹാജിനും അതിനൊക്കെ ഡ്രസ് എടുത്തു പുതിയത്. ഞാൻ സുഖമില്ലാതെ കിടക്കല്ലേ, കൊറേ ദിവസമായില്ലേ, പണിയില്ല. അത് മാത്രല്ല, നമ്മളാ ദിവാകരേട്ടൻ്റെ അവിടുന്ന് ഒരു 10,000 റുപ്യ കടം വാങ്ങിയാണ് സുഖമില്ലായിട്ട്. അയാളങ്ങ് മരിച്ചും പോയി. ആ പൈസ കൊടുക്കാൻ ഇപ്പൊ എന്താ കാട്ടെഴുതി കുത്തിർക്കുക. ഏതാണെങ്കിൽ എവിടെ ഷെരീഫജി? ആ എന്താ ഇതേ? ഒന്നുമില്ലടാ, നമ്മളാ ചിട്ടിയേ അനക്ക കിട്ടിക്കണത് ഇപ്പൊ പൈസ തരാൻ വേണ്ടിട്ടേ, പെരുന്നത്താലേക്കല്ലേ. കയ്യിൽ നിന്ന് കിട്ടിക്കണേ. കയ്യടാ, വണ്ടി വന്നൊന്ന് വീണ്. അല്ലടാ, റംലാത്തേക്ക് എന്തേടാ? ഓല് മുണ്ടിക്ക് പോയതാണടാ ഹോസ്പിറ്റലിലേക്ക് ചെറുതിനെ കൊണ്ട്. ഇതിനിപ്പോ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മളത് ദിവാകരേട്ടന് കൊടുക്കാൻ വേണ്ടി. ഡ്രസ് വേണ്ട. എന്താ ഈ ബൈക്കൊക്കെ? മനോജേട്ടാ, ഞാനേ സുഖമില്ലാതെ കടന്നാണ് അച്ഛൻ്റെ ഒന്ന് കുറച്ച് പൈസ വാങ്ങി, അത് തരാൻ വേണ്ടി വന്നതാണ്. അതിന് ഷെരീഫേ, അച്ഛൻ കൊടുക്കാല്ലതും വാങ്ങാല്ലതൊക്കെ ഇവിടെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്നും നിന്റെ പേരില്ല. അല്ല മനോജേട്ടാ, ഉണ്ടേ, ഞാൻ വാങ്ങിനി, സുഖമില്ലാതെ കടന്നു വാങ്ങിനി. ഇല്ല, നിന്റെ പേര് അതിലില്ല. നിങ്ങള് ആ ബുക്കൊന്ന് നോക്കുന്ന. പിന്നെ ഞാൻ നോക്കാം, ബുക്ക് ഇവിടെ ഉണ്ട്. ഷെരീഫ്, പെരുന്നാളൊക്കെയാണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. പാവാണ്. ആ ഷെരീഫേ, ബുക്ക് ചെയ്യാൻ നോക്കി, അതിലൊന്നും നിന്റെ പേരില്ല. മനോജേട്ടാ, ഞങ്ങൾ ശരിക്കും നോക്കിയില്ല അല്ലേ? കാര്യം ഞാൻ പറയണേ. എന്നാ ഞങ്ങള് ആ ഷെരീഫേ, ഇനിയിപ്പോ അച്ഛന് നിങ്ങൾ ആ പൈസ കൊടുക്കാണ്ടെങ്കിൽ തന്നെ പെരുന്നാൾ സമ്മാനമായിട്ട് അത് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. അതായിരിക്കും അച്ഛന് ഏറ്റവും ഇഷ്ടം.